നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 8/2/2026 ഞായറാഴ്ച റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില മാറ്റവില തുടരുകയാണ്. ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 207, RSS 5 കിലോ 202, ISNA 185, ലാറ്റക്സ് 60% DRC 137 രൂപ 90 പൈസ. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 207, RSS 5 കിലോ 202. ഇതാണ് കൊച്ചി വില. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 198 രൂപ 50 പൈസ, RSS 5 കിലോ 194 രൂപ 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 135, 60% DRC ഉള്ള ഒട്ടുപാൽ 101 രൂപ 25 പൈസ. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 197, ലോട്ട് കിലോ 183 മുതൽ 188. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 197 രൂപ 60 പൈസ, RSS 5 കിലോ 194 രൂപ 24 പൈസ. ഫീൽഡ് ലാറിക്സ് 188, ഫാക്ടറി വില 198. 25% DRC ഉള്ള 200 ലിറ്റർ പാലിന് 9400. 30% DRC ഉള്ള 200 ലിറ്റർ പാലിന് 11780. 35% DRC ഉള്ള 200 ലിറ്റർ പാലിന് 13160. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 199, RSS 5 കിലോ 197, ISNA 178 മുതൽ 178 രൂപ 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 119 മുതൽ 129 രൂപ. ഇന്നത്തെ റബ്ബർ വില. ഇനി കേരളത്തിലെ മറ്റില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 14,355. ഒരു പവന് 1,14,840. അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,660. ഒരു പവൻ 1,25,280. അതുപോലെ 18 ക്യാരറ്റ് രൂപ 11,745. ഒരു പവൻ 93,960. ഇതാണ് സ്വർണ്ണവില. ഇന്നലെ വൈകിട്ട് സ്വർണ്ണവില 1 ഗ്രാമിൻ്റെ മുകളിൽ 265 രൂപ, ഒരു പവൻ്റെ മുകളിൽ 2,120 രൂപയാണ് കൂടിയത്. വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 85, തേങ്ങ പച്ചത്തേങ്ങ ചകിരിയുള്ള 50 മുതൽ 80, വെളിച്ചെണ്ണ ലിറ്റർ 430, കൊക്കോ 350, കച്ചാല ഉണങ്ങി 450, പിണ്ണാക്ക സ്പെല്ലർ 41, റോട്ടറി 42, കൊപ്ര എടുത്തപടി 185 രൂപ 50 പൈസ. കുരുമുളക് അൺഗാർബിൾഡ് കിലോ 698, കുരുമുളക് 688, ഗാർബിൾഡ് കിലോ 718, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേലം 155, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, ചുക്ക് വെസ്റ്റ് 300, കയർ ഇഴക്കയർ 10, കരിപ്പൊടിക്കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 330, ഗ്രാമ്പു 810, നാടൻ ഗ്രാമ്പ് 925, പച്ച 41, പഴം 52, നെല്ല് കിൻഡൽ 2500, കുരുമുളക് വയനാടൻ 650, കുരുമുളക് ചേട്ടൻ 670. സർക്കാർ ഓഫീസുകളിൽ ആഴ്ചയിൽ 5 ദിവസം എന്ന നിർദ്ദേശം തത്വത്തിൽ എല്ലാ സർവീസ് ഘടകങ്ങളിലും അംഗീകരിച്ചിരിക്കുകയാണ്. അവരൊറ്റ കണ്ടീഷൻ, ഈ അവധി ദിവസങ്ങൾ വെട്ടിക്കുറയ്ക്കരുതെന്നാണ് അവരുടെ ആവശ്യങ്ങളും. പിന്നെ സർക്കാർ ഓഫീസുകൾ 5 ദിവസമാകുമ്പോൾ ശനിയും ഞായറും അവധിയാണ്. അന്നേരം ശനിയാഴ്ച ചുറ്റുപാടുള്ള കടകളിലൊക്കെ കച്ചവടം നടക്കാതെ ഒരു വളരെ ബുദ്ധിമുട്ടിലാണ് കച്ചവടക്കാർക്കും. ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളും നിലവിലിരിക്കുന്നത് ആഴ്ചയിൽ 5 ദിവസങ്ങൾ പ്രവൃത്തി ദിനങ്ങൾ, 2 ദിവസങ്ങൾ അവധി എന്ന രീതിയാണ്. ഇങ്ങനെ 5 ദിവസം ആകുമ്പോൾ സർക്കാരിന് വൻ ലാഭമായിരിക്കും. കാരണം കറണ്ട് ചാർജ്, മറ്റും വണ്ടി വാഹനങ്ങൾ, പെട്രോളും അതെല്ലാം ലാഭിക്കാം. ഉദ്യോഗസ്ഥർക്ക് ഫാമിലി സഹിതം കറങ്ങാനും മറ്റും എൻജോയ് ചെയ്യാനും 2 ദിവസം ഇഷ്ടംപോലെ അവധി. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നു വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.